കുഞ്ഞിന് വണ്ണമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന അമ്മമാരാണോ നിങ്ങൾ? എങ്കിൽ വിപണിയിലെ കൃത്രിമ പൊടികൾക്ക് പിറകെ പോകാതെ നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനം മാത്രം മതി കുഞ്ഞിന് ആരോഗ്യകരമായി വണ്ണം വെക്കാൻ. പോഷകങ്ങളുടെ കലവറയായ നേന്ത്രപ്പഴം കുഞ്ഞുങ്ങൾക്കുള്ള ഒരു സൂപ്പർ ഫുഡാണ്. ഇത് കൃത്യമായ രീതിയിൽ നൽകിയാൽ കുട്ടികൾക്ക് ശരീരഭാരം വേഗത്തിൽ വർദ്ധിപ്പിക്കും, ഒപ്പം അവരുടെ പ്രതിരോധശേഷി ദഹനശക്തിയും ഇരട്ടിയാക്കും. പക്ഷേ ഇത് പച്ചക്കാണോ, പുഴുങ്ങിയാണോ, അതോ കുറുക്കാക്കിയാണോ കൊടുക്കേണ്ടത്? ഏത് പ്രായത്തിൽ എങ്ങനെ കൊടുക്കണം? കുഞ്ഞുങ്ങളുടെ വണ്ണം കൂട്ടാൻ നേന്ത്രപ്പഴം നൽകേണ്ട ശരിയായ രഹസ്യക്കൂട്ടുകൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നു. അപ്പോൾ നമുക്ക് ഇതിനു മുന്നേ നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എങ്ങനെയാണ് നേന്ത്രപ്പഴം, എന്തൊക്കെയാണ് കുട്ടികൾക്ക് നേന്ത്രപ്പഴം കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം. കാർബോഹൈഡ്രേറ്റ് ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരത്തിന് ആവശ്യമായ ഉന്മേഷം ലഭിക്കുന്നു, ദഹനം സുഗമമാക്കുന്നു, പ്രതിരോധശേഷി കൂട്ടുന്നു. നാരുകൾ മലബന്ധം തടയാനും കുടലിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. കുട്ടികളിൽ ശരിയായ രീതിയിൽ വണ്ണം വയ്ക്കാൻ നേന്ത്രപ്പഴം പുഴുങ്ങിയോ കുറുക്കാക്കിയോ കൊടുക്കുന്നത് നല്ലതാണ്. ഇതിലെ വിറ്റാമിൻ ബി കുട്ടികളുടെ തലച്ചോറിൻ്റെ ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്നു. കാൽഷ്യം അടങ്ങിയിട്ടുള്ളതിനാൽ കുട്ടികളുടെ പല്ലുകളും എല്ലുകളും ബലമുള്ളതാകും. ഇതിലെ ഇരുമ്പിൻ്റെ അംശം കുട്ടികളിൽ വിളർച്ച വരാതെ സംരക്ഷിക്കുന്നു. ഇനി ഇതെങ്ങനെയാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമ്മൾ പച്ചക്കായ എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീനാക്കി എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കണം. ഇത് നമ്മൾ പച്ചക്കായ കൊണ്ടാണ് ചെയ്യുന്നത്, പഴുത്ത കായയല്ല. ഞാൻ എൻ്റെ മോൾക്ക് ചെറുതിൽ 6 മാസം മുതൽ ഞാൻ എൻ്റെ കുട്ടിക്ക് കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണിത്. അപ്പോൾ ഈ പച്ചക്കായ ചെറുതായിട്ട് തൊലി കളഞ്ഞിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം. അതായത് ഈ പച്ചക്കായ ഇങ്ങനെ പാലിൽ കുറുക്കി കൊടുക്കുമ്പോൾ കുട്ടിക്ക് വേഗത്തിൽ തന്നെ ദഹിക്കാൻ വളരെ എളുപ്പമാണ്. അതായത് ഇത് മിക്സിയിൽ അടിച്ച് പൊടിയാക്കിയതിന് ശേഷം പാലിൽ കുറുക്കിയിട്ടാണ് ഞങ്ങൾ കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ചെറുതായിട്ട് മുറിച്ച് ഉണക്കി വെയിലിൽ വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഒരു തരി പോലും വെള്ളമാവാൻ പാടില്ല. ഇതിൽ വെള്ളമായി കഴിഞ്ഞാൽ ഇത് കേടാവും. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു ഫുഡും നമ്മുടെ മക്കൾക്ക് നല്ലതല്ല. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ വേണം. എന്നും നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക്, അവർക്ക് പ്രതിരോധ ശേഷിയെല്ലാം വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും ഇങ്ങനെയുള്ള ഫുഡ് വേണം മക്കൾക്ക് കൊടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമ്മൾ നല്ല വെയിലുള്ള സമയത്ത്, ഈ നേന്ത്രക്കായ മാത്രമല്ല മണ്ണമ്പഴം എന്ന് പറഞ്ഞൊരു പഴമുണ്ട്, തൊലി പച്ച കളറുള്ളത്, റോബസ്റ്റ് അല്ല, റോബസ്റ്റ് കൂടാതെ തൊലി പച്ച കളറുള്ള ഒരു പഴമുണ്ട്, മണ്ണൻ കായ എന്നാണ് നമ്മൾ പറയൽ. അതിന് പൊതുവെ മറ്റുള്ള സ്ഥലങ്ങളിൽ എന്താ പറയുകയെന്നറിയില്ല. അത് കുട്ടികൾക്ക് നേന്ത്രപ്പഴത്തിനേക്കാളും നല്ലതാണെന്നാണ് പറയുന്നത്. ഞാൻ എന്തായാലും ഈ നേന്ത്രപ്പഴം തന്നെയാണ് ഇങ്ങനെ വെയിലിന് ഉണക്കി പൊടിച്ച് അരിച്ച് കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിച്ച് അത് 1 ഗ്ലാസ് പാലിൽ കലക്കി നമ്മൾ സാധാരണ കുറുക്കാക്കുന്നത് പോലെ കുറുക്കിയിട്ടാണ് കൊടുക്കാറ്. പിന്നെ ഞാൻ കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പഴുത്ത നേന്ത്രപ്പഴം നമ്മൾ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടെടുക്കുക. അതിൽ മധുരത്തിന് വേണ്ടിയിട്ട് ഇതിൽ കൽക്കണ്ടം ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുന്നതാണ് വളരെ നല്ലത്. പക്ഷേ ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ തൊലി മാറ്റിയിട്ട് വേണം കുഞ്ഞുങ്ങൾക്ക് അടിച്ചു കൊടുക്കുമ്പോൾ. എന്താ പറഞ്ഞാൽ 6 മാസമുള്ള കുട്ടികൾക്ക് തൊണ്ടക്ക് എന്തെങ്കിലും പറ്റിപ്പോണ്ട, തൊണ്ടയിൽ എന്തെങ്കിലും ആയിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ തൊലി ജസ്റ്റ് ഒന്ന് കളഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത് എൻ്റെ മോളാണ്, 6 മാസം ഉണ്ടാകുമ്പോൾ എൻ്റെ മോൾക്ക് ഞാൻ കൊടുത്ത ഫുഡാണിത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനില്ലേ, കമൻറ്റ് തരാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.